പത്തനംതിട്ട കോന്നി കുമ്മണ്ണോട് കാഞ്ഞിരപ്പാറയിൽ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തി. കുമ്മണ്ണോട് കാഞ്ഞിരപ്പാറ വനത്തിലാണ് കടുവയെ കണ്ടത്. AV ജയശങ്കർ വിവരങ്ങൾ നൽകും പത്തനംതിട്ടയിൽ. ജയശങ്കർ, ഈ മേഖലയിൽ നേരത്തെ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നോ? എന്ത് സംഭവിച്ചു എന്നാണ് വനം വകുപ്പ് പ്രാഥമികമായി കരുതുന്നത്? അതായത് വിജയകുമാർ, ഇന്ന് വനം വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് കോന്നി കുമ്മണ്ണൂർ കാഞ്ഞിരപ്പാറ വനമേഖലയ്ക്കുള്ളിൽ ഒരു കടുവയുടെ ജഡം കണ്ടെത്തിയത്. ഇത് കാട്ടിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ സംഘർഷമുണ്ടായി അത്തരത്തിൽ മരണം സംഭവിച്ചതാണെന്ന തരത്തിൽ വനം വകുപ്പ് പരിശോധനകൾ നടത്തുന്നുണ്ട്. മറ്റേതെങ്കിലും വേട്ടയാടലോ മറ്റേതെങ്കിലും ദുരൂഹ സംഭവങ്ങൾ ഉണ്ടോ എന്ന കാര്യത്തിലും വനം വകുപ്പിന്റെ പരിശോധന നടക്കുന്നുണ്ട്. എന്തായാലും അല്പസമയം മുമ്പാണ് വനം വകുപ്പിന് ഇത്തരത്തിൽ ചത്ത കടുവയുടെ ജഡം ഈ വനമേഖലയ്ക്കുള്ളിൽ വെച്ച് കണ്ടെത്തിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം കടുവയുടെ ജഡം പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾക്ക് വേണ്ടി മാറ്റും. ഈ പോസ്റ്റ്മോർട്ടത്തിലായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹതയുണ്ടോ, വേട്ടയാടലാണോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊരു വ്യക്തത വരിക. എന്തായാലും വനത്തിനുള്ളിൽ ഉദ്യോഗസ്ഥരെത്തി നിലവിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിലായിരിക്കും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരിക. ഇത് വനമേഖലയാണ്, വനത്തിനുള്ളിലുള്ളൊരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ പെരിയാർ കടുവാ സങ്കേതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമായതിനാൽ തന്നെ നിരന്തരമായി കടുവാ സാന്നിധ്യമുള്ളൊരു സ്ഥലമാണ്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ വനത്തിനുള്ളിൽ സംഘർഷമുണ്ടായി പരിക്ക് പറ്റി അത് പിന്നീട് മരണത്തിലേക്ക് കലാശിച്ചെന്നാണ് പ്രാഥമികമായി വനം വകുപ്പ് എന്തായാലും വിലയിരുത്തുന്നത്. പക്ഷേ ഈ കാര്യത്തിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം ലഭിക്കണമെങ്കിൽ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ പൂർത്തിയാക്കണം. എന്തായാലും കടുവയുടെ ജഡം അല്പസമയത്തിനകം തന്നെ ഈ കാട്ടിൽ നിന്ന് മാറ്റി പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് വനം വകുപ്പ് കിടക്കും. എന്തായാലും നിലവിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ട്, പരിശോധന നടത്തുന്നുണ്ട്. പ്രാഥമികമായി മറ്റു തരത്തിലുള്ള ദുരൂഹതകളില്ല എന്നാണ് വനം വകുപ്പ് നൽകുന്ന വിവരം. വിജയകുമാർ. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്.